Namaste viewers, welcome back to my new video. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിൽ കാണിക്കുന്ന ഫോറക്സ് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ്വെയർ വെയിറ്റഡ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഇത് ഒരു പ്രൊഡിക്ഷനോ കാര്യങ്ങളൊന്നും ടെക്നിക്കൽ അനലൈസ് ആണ്. ഇത് എല്ലാ പേജിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ടാണ് സിഗ്നൽസ് കാണിച്ചിട്ടും സിഗ്നൽ വരുമ്പോൾ തന്നെ ഒരു അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരുന്ന സിഗ്നൽ കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യുക. കൺഫേം ആണെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന USD JPYയുടെ ചാർട്ടാണ്. അപ്പോൾ ഇന്ന് ഡേറ്റ് 19th August ആണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പേജ് നമ്മൾ ആഡ് ചെയ്തേച്ചാൽ മതി. അപ്പോൾ അത് ഏത് നമ്മൾ ആഡ് ചെയ്യണമെങ്കിലും അതിനകത്ത് സിഗ്നൽ വരുമ്പോൾ ഇൻഡിക്കേഷൻ തരുവേ. അപ്പോൾ ഇതിനകത്തൊരു വൈറ്റ് കളർ വേർട്ടിക്കൽ ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഡേ സെപ്പറേഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ഇതുവരെ 2 സിഗ്നൽ വന്നിട്ടുണ്ട്. ഒന്ന് സെല്ല്, അതിപ്പോൾ കണ്ടിന്യൂ ആണ്. അതിലേക്ക് മുമ്പ് ഒരു ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. സിഗ്നൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ അലേർട്ട് മെസ്സേജ് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. സെയിം ഡീറ്റെയിൽസ് മേഖലത്തെ ഡാഷ്ബോർഡിലും എഴുതി കാണിച്ചു തരിക. ഇതിപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് വേർഷനാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് USD JPY രാവിലെ 7 മണിക്ക് വന്നൊരു സെല്ലാണ്. 147 വന്ന ട്രേഡാണ്. അത് നമുക്ക് സിഗ്നൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് വരും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വന്ന ട്രേഡ് കൺഫേം ആണെന്ന് മാത്രം നോക്കുക. കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു സെൽ സിഗ്നൽ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ സെല്ലിൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ ആരോ വന്നതിന് ശേഷം ഏറ്റവും താഴത്ത് കണ്ടോ പ്രൈസ് ഇവിടെ സെൽസ് ഓൺ എഴുതി കാണിക്കണം. അത് ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്ത് ബാറിലെ ആ ബാർ എന്തായിരിക്കണം, നമുക്ക് ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യുക. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ ഒറ്റ ബാറേ കാണുള്ളൂ. അതെന്തായിരിക്കണം, റെഡ് ആയിരിക്കണം. അതായത് നമ്മൾ ആരോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആരോ അനുസരിച്ചുള്ള കൺഫർമേഷനാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സെൽ സിഗ്നലാണെന്നുണ്ടെങ്കിൽ താഴത്തെ പ്രൈസ് സെൽസ് ഓൺ കാണിക്കണം. അതുപോലെ ആരോടെ താഴത്തെ ബാർ റെഡ് ആയിരിക്കണം. ഇത് ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. സിഗ്നൽ വരുമ്പോൾ തന്നെ ഏറ്റവും താഴത്തെ 3 ടാർഗറ്റ് ലെവൽസും സ്റ്റോപ്പ് ലോസ് എഴുതി കാണിക്കും. ടാർഗറ്റ് നമ്മുടെ റിസ്ക് അനുസരിച്ച് നമുക്കിപ്പോൾ അധികം റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ട്രേഡ് 7 മണിക്ക് വന്നതാണ്. ഇപ്പോൾ 2:15 അത് ഓൾറെഡി ടാർഗറ്റ് നല്ല രീതിയിൽ ഇറങ്ങിയായിരുന്നു. ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. സ്റ്റാറ്റസിൽ ടാർഗറ്റ് ഹിറ്റ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ഒരു റെഡ് ലൈൻ, ഗ്രീൻ ലൈനിലത് ട്രെൻഡ് ലൈനാണ്. അപ്പോൾ അത് ഗ്രീൻ നടത്താൻ ട്രെൻഡ് ചെറുതായിട്ടൊന്ന് കയറുവാണ്. റെഡ് ലൈൻ ഡൗൺ ട്രെൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഈ ടാർഗറ്റ് എല്ലാം അടിച്ച ശേഷം ഇപ്പോഴത്തെ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കയറുവാണ്. പക്ഷേ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ താഴത്തെ ബാറും പ്രൈസൊക്കെ കൺഫേം തന്നെയാണ്. അതായത് ഇനി ഈ ഒരു റെഡ് സ്റ്റാർ കണ്ട അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. റെസിസ്റ്റിനെ ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി മാർക്കറ്റ് താഴത്തോട്ട് തന്നെ പോകുള്ളൂ. ഈ ഒരു ഗ്രീൻ സ്റ്റാർ, ഒരു റെഡ് സ്റ്റാർ വേണം, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. അപ്പോൾ അത് റെസിസ്റ്റിനെ ബ്രേക്ക് ആണെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് പോകും, ബൈ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിക്ക് മുമ്പ് ഈ സെല്ലിന് മുമ്പ് ഒരു ബൈ വന്നിട്ടില്ലായിരുന്നു. അത് കൺഫേം അല്ലായിരുന്നു, കാരണം താഴത്തെ ബാർ കൺഫേം അല്ലായിരുന്നു. അതുപോലെ ഇതൊരു സൈഡ് വേയിലാണ് വന്നത്. ഈ ഒരു നോർമൽ നമ്മുടെ ക്യാൻഡിൽ കളർ റെഡും ഗ്രീനും ആണ്. ഈ റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാ സൈഡ് വേണം. അതായത് നോർമൽ ഈ റെഡും ഗ്രീനും അല്ലാതെ വരുന്ന ഓറഞ്ച്, ലൈറ്റ് ബ്ലൂ, ഇപ്പം ഇതിനകത്ത് കണ്ടിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ, വൈറ്റ് ക്യാൻഡിൽ, MD ക്യാൻഡിൽ, അതുപോലെ ഓറഞ്ച് കളർ, ഇതിലുണ്ട് ഓറഞ്ച് കളർ, അതെല്ലാം സൈഡ് വേ ഇൻഡിക്കേഷൻ. അത് നമുക്ക് സോഫ്റ്റിനകത്ത് സൈഡ് വേ ഇൻഡിക്കേഷൻ ഉൾപ്പെടെ കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഒരു 80 to 90% ആക്യുറസി നമുക്കിതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈവായിട്ട് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.